സ്വർണ്ണക്കള്ളക്കടത്ത് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 കൊല്ലം ജയിലിൽ കിടന്നു, ഉണ്ടതെന്നു. ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 1.5 വർഷം ജയിലിൽ കിടന്നു, ഉണ്ടതെന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പിണറായി വിജയൻ പറയുന്നു ഹവാല പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ കോഴിക്കോട്ടെ എയർപോർട്ടുമായുള്ള സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും. മിസ്റ്റർ പിണറായി, ഇവിടെ റിവേഴ്സ് ഹവാല അഥവാ ഡോളർ കള്ളക്കടത്ത്, ഇവിടെ നിന്ന് കള്ളപ്പണം ഡോളറാക്കി മാറ്റി ശിവശങ്കരൻ വഴി അങ്ങ് ഗൾഫ് നാടുകളിലേക്ക് റിവേഴ്സ് ഹവാല നടത്തിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവുമാണ്. പിണറായി വിജയന്റെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരള മാധ്യമങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുമ്പിലും നാം എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചിലർ ചോദിക്കുന്നു എന്തുകൊണ്ട് പിണറായി അകത്താകുന്നില്ല. നമുക്കറിയാം, കേരളത്തിലെ പോലീസിനകത്തൊരു മാഫിയ സംഘമുണ്ട്. CCTV-കൾ നശിപ്പിക്കുന്ന, തെളിവുകൾ ഇല്ലാതാക്കുന്ന ഒരു ഭീകര സംഘമാണ്. അൻവർ പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിമിനെ പഠിക്കുന്ന ആളുകൾ പോലും കേരളത്തിലെ പോലീസ് ക്രിമിനൽ സംഘത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് താൽക്കാലികമായി നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടുന്ന കാലം വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നേരിട്ട് നടക്കുന്നു. അതിന്റെ കമ്മീഷൻ പാർട്ടി നേതാക്കൾ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, ഇവിടെ മാഫിയ സംഘങ്ങളുമായിട്ട് ഇവർക്കുള്ള ബന്ധം. കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ ഇവിടെ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം ലോട്ടറിയാണ്, മദ്യമാണ്. ഇപ്പോൾ അതിന് പുറമെ മയക്കുമരുന്ന് വ്യവസായവും ഇവിടെ തഴച്ചു വളരുകയാണ് പിണറായി വിജയൻ. CPM-ന്റെ അടിതൊട്ട് മുടിവരെയുള്ള നേതാക്കൾക്കെല്ലാം ഈ മാഫിയ സംഘങ്ങളുമായിട്ട്, മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ഇവിടെ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് തീവ്രവാദ ബന്ധമാണ്. ഇപ്പോൾ അൻവർ വലിയ പ്രസംഗം നടത്തുന്ന അൻവർ പറയുന്നതെല്ലാം ഇവിടെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP-യുടെ നേതാക്കൾ ജനങ്ങളൊക്കെ പക്ഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പുതിയ കാര്യമല്ല. പക്ഷേ അൻവർ ഭരണകക്ഷി MLA എന്ന നിലയിൽ പറയുമ്പോൾ അതിനൊരു കൗതുകമുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ്. മിസ്റ്റർ പിണറായി, അത് നിങ്ങൾക്ക് വലിയ നഷ്ടം വരും. ഈ അൻവറും ജലീലുമെല്ലാം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളെയും അതുപോലെ തന്നെ ജിഹാദി ഗ്രൂപ്പുകളെല്ലാം CPM-മായി അടിപ്പിച്ച ഒരു കണ്ണിയായിരുന്നു ജലീൽ. ജലീൽ മാറി പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ജിഹാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് PV അൻവർ ഒരു 6ാം മന്ത്രിയായി മാറും എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ തീവ്രവാദ ഗ്രൂപ്പിന് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ LDF-നും UDF-നും ബദലായി ഒരു ശക്തി ഉയർന്നു വരണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തി ഉയർന്നു വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ കൊല്ലത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ രണ്ടാളുകളെ വിസ്മരിക്കാൻ സാധിക്കില്ല. ഒന്ന് നമ്മുടെ പാർലമെന്റ് മെമ്പർ പ്രേമേന്ദ്രനാണ്. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിലുണ്ണിയാണ് ഈ പ്രേമചന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അപമാനമായിട്ടുള്ള നമ്മുടെ മുകേഷ് MLA ഉണ്ട്. ആ മുകേഷ് MLA രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ പോലീസും അന്വേഷണ സംഘവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം എതിരായി ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ വികാരമുണ്ട്, പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്ന്, ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ കയ്യിൽ നിന്ന്, ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഈ പ്രതിഷേധ യോഗത്തിന്റെ മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ